ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നേതാവ് സച്ചിയെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ, ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നേതാവിൻ്റെ സുഹൃത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വേണം. അപ്പോൾ സച്ചി ആവുമ്പോൾ കാറിനെ പറ്റിയിട്ടുള്ള കാർ ഡ്രൈവർ അല്ലേ, അപ്പോൾ കാറിനെ പറ്റിയുള്ള നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ നേതാവ് പറയുവാണ് സച്ചിയോട്, സച്ചി എൻ്റെ സുഹൃത്താണിത്, ഇവന് വേണ്ടി നല്ലൊരു അടിപൊളി സെക്കൻഡ് ഹാൻഡ് കാർ നീ നോക്കിയെടുക്കണം. സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വേണമല്ലോ, നീ കാർ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നിനക്ക് നല്ലോണം എല്ലാം അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ വിളിച്ചതെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സച്ചിക്ക് അത് ഭയങ്കര സന്തോഷവും, കാരണം നേതാവ് ഒരു ആവശ്യം വന്നപ്പോൾ വിളിച്ചല്ലോ. സച്ചി നേരെ ഇവരെയും കൂട്ടി കാർ ഷോറൂമിലോട്ട് പോവാണ്. എന്നിട്ട് അവിടുത്തെ സെയിൽസ്മാനോട് പറയും, ഞങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ കാറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ കൂട്ടത്തിലൊരു പുതുപുത്തൻ കാറ്, കണ്ട പുതിയ കാറാണെന്നേ പറയുള്ളൂ, പക്ഷേ സെക്കൻഡ് ഹാൻഡ് ആണ്. ആ കാറ് നേതാവിൻ്റെ സുഹൃത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഈ കാർ എങ്ങനെയുണ്ടെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ സച്ചി നോക്കിയിട്ട് പറയും, ഇത് അടിപൊളിയല്ലേ, ഒന്നും നോക്കാനില്ല, പുതുപുത്തൻ മോഡലാ, നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ എന്ന് പറയുവാണ്. അപ്പോൾ നേതാവിൻ്റെ സുഹൃത്തിന് ഭയങ്കര സന്തോഷമാവേ. അപ്പോൾ സച്ചി നേരെ പോയി സെയിൽസ്മാനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ കാറ് മതി എന്ന് പറയുമ്പോൾ അയാൾ പറയും, അയ്യോ ഈ കാറ് ബുക്കിംഗ് ആണല്ലോ, നിങ്ങൾ വേറെ ഏത് കാറ് വേണമെങ്കിലും നോക്കിക്കോ എന്ന് പറയും. അപ്പോൾ നേതാവിൻ്റെ സുഹൃത്തിനാണെങ്കിൽ ആ കാറ് പിടിച്ചും പോയി, പൈസക്കാരല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട അത് തന്നെ വേണം. അപ്പോൾ സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സെയിൽസ്മാനോട് ബാർഗെയിൻ ചെയ്ത് 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 ഒരുപാട് തർക്കിച്ചിട്ട് ആ കാറ് സുഹൃത്തിന് തന്നെ മേടിച്ചു കൊടുക്കുവാണേ. ഇത് നേതാവിനും നേതാവിൻ്റെ സുഹൃത്തിനും ഭയങ്കര സന്തോഷവും, കാരണം സച്ചിയെ വിളിച്ചുകൊണ്ടാണല്ലോ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കാറ് കിട്ടിയത്. അപ്പോൾ അന്നത്തെ ദിവസം അവരത് ആഘോഷിക്കാൻ തീരുമാനിക്കുവാണ്. സച്ചിയും കൂട്ടി ഇവർ ബാറിൽ പോകുവാണേ. ആഘോഷം വരുമ്പോൾ എല്ലാവരും പോകുന്നത് ബാറിലോട്ടാണല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇവരും ബാറിലോട്ട് പോവാണ്. എന്നിട്ട് ബാറിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും നേതാവും സുഹൃത്തൊക്കെ വിളിക്കുന്നുണ്ട്, സച്ചി ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം നീയാണ്, വാ നമുക്ക് ബാറിൽ കയറി ഓരോന്ന് അടിച്ചിട്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഇല്ല ഇതെൻ്റെ ഡ്യൂട്ടി ടൈമാണ്, ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിക്കത്തില്ല എന്ന് പറയും. എന്നാലും സച്ചി അവർ കുറേ നിർബന്ധിക്കും കേട്ടോ, വാ ഞങ്ങൾ ആദ്യമായിട്ട് വിളിക്കുമല്ലേ, നീ വാടാ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ഇല്ലെന്നേ എനിക്ക് ഓട്ടോ ഓടാൻ പോകാനുള്ളതാ, രേവതി മേടിച്ചെന്നാൽ ഈ കാറിൽ ഞാൻ ഒരിക്കലും കുടിച്ചുകൊണ്ട് ഓട്ടോ എടുക്കത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ നേതാവ് പറയും, കുടിക്കാത്ത ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല, വാ നമുക്ക് പോയി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരകത്തോട്ട് പോവാണ്. സച്ചി പറയുന്നുണ്ട്, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുവേ. കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ പുറത്തോട്ടൊന്നും വരില്ല, ഇവരകത്തിരുന്ന് നല്ല മദ്യപാനമാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിൽ പുറത്ത് നിന്ന് മതിയാവും. സച്ചിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഓട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി ലാസ്റ്റ് അകത്തോട്ട് കയറും, ബാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നേതാവിൻ്റെ അടുത്ത്. എന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ ഈ ബാറിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ആരാണ്, നമ്മുടെ ആൻ്റണി. ആൻ്റണി നോക്കുമ്പോൾ സച്ചി വരുന്നു. സച്ചി ഇതെന്താണ് ഈ ഡ്യൂട്ടി ടൈമിൽ, ഇവൻ മദ്യപിച്ചിട്ടൊക്കെയാണോ വണ്ടി ഓടിക്കുന്നത്? എന്നിട്ട് നേരെ ആൻ്റണി തൻ്റെ ഫോൺ എടുത്തിട്ട് സച്ചിയുടെ ഈ വീഡിയോ ഇങ്ങനെ പിടിക്കുവാണേ. എന്നിട്ട് കൂട്ടുകാരനോട് പറയും, എടാ നീ പോയി അവൻ എന്താ നേതാവിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ സുഹൃത്ത് പോയി അവിടെ നിൽക്കുമ്പോഴേക്കും സച്ചി പറയുന്നത്, സാറേ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ, എൻ്റെ സ്ഥിരം കസ്റ്റമർ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് താമസം ഉണ്ടെങ്കിൽ എളുപ്പം കഴിയുമെങ്കിൽ ഞാൻ കൊണ്ടേയാക്കാം, താമസം ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ ഞങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങൂല, നീ പൊക്കോ, ഞങ്ങൾക്ക് താമസം ഉണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സുഹൃത്ത് അതുപോലെ തന്നെ ആൻ്റണിയോട് വന്ന് പറയും, ചേട്ടാ അവൻ കുടിക്കാനൊന്നും വന്നതല്ല, അവരോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ, ട്രിപ്പ് വന്നിട്ടുണ്ട്, പൊക്കോട്ടെ എന്ന് പറയുവാന്ന് പറയും. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ ഇവൻ്റെ വീഡിയോ ഞാൻ വിട്ടുകളയില്ല, ഇവനിട്ടൊരു പണി ഞാൻ കൊടുക്കും എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നേതാവ് പറയും, എടാ സച്ചി ഈ കുപ്പി ഒന്ന് പൊട്ടിച്ച് തന്നെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ആ കുപ്പി പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് നേതാവിന് കൊടുക്കുവാണ്. ഇതൊക്കെ ആൻ്റണി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് സച്ചി അവിടെ നിന്ന് ടച്ചിങ്സ് ഒക്കെ എടുത്ത് തിന്നുന്നുണ്ട്. എല്ലാം പിടിച്ചിട്ടുണ്ട് ആൻ്റണി. സച്ചി പക്ഷേ ആൻ്റണിയെ കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ബാർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേരുണ്ടാവുമല്ലോ മദ്യപിച്ചിരിക്കുന്നവർ. അപ്പോൾ സച്ചി പോകുന്ന ടൈമിൽ ഒരാൾ സച്ചിയെ കയറി ഇടിച്ചിട്ട് അവിടെ ഒരു പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതും ഈ സീനും എല്ലാം ആൻ്റണി പിടിച്ചിട്ട് സുഹൃത്തിനോട് പറയുവാണ്, എടാ അവൻ കുടിച്ചിട്ടില്ല, അത് നമുക്കറിയാം, പക്ഷേ വീഡിയോയിൽ അത് തോന്നരുത്, വീഡിയോയിൽ അവൻ അസല് മദ്യപാനിയായിട്ടേ തോന്നാൻ പാടുള്ളൂ, അങ്ങനെ ഈ വീഡിയോ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് തരണം, എന്നിട്ട് നീ ഇത് നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇവനെ ഒന്ന് വൈറലാക്കി കൊടുക്കണം എന്ന് പറയുവാണ്. അപ്പോൾ സുഹൃത്ത് പറയും, അതിനെന്താ ചേട്ടാ, ആൻ്റണി ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ലേ, സച്ചിക്കിട്ട് ഞാനൊരു പണി കൊടുക്കും, അവൻ്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും എന്നൊക്കെ പറയുവാണ് ആൻ്റണി. അപ്പോൾ സുഹൃത്താണെങ്കിൽ അതുപോലെ തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും മൊത്തം കാണുവാണേ. ശരത്താണെങ്കിൽ ഈ വീഡിയോ കണ്ടപാടെ രേവതിയെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്, ചേച്ചി
ചേച്ചി എന്താ പറഞ്ഞ? ആന്റണി ചേട്ടൻ മദ്യപാനിയോ? നോക്ക് ചേച്ചിയുടെ ഭർത്താവ് എന്താ റോട്ടിലും ബാറിലൊക്കെ കിടന്ന് കാണിക്കുന്നതെന്ന്. ഡ്യൂട്ടി ടൈമിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു. എൻ്റെ ആന്റണി ചേട്ടൻ ഇങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, കണ്ടില്ലേ? ഇനി മേലെ എൻ്റെ ആന്റണി ചേട്ടനെ കുറ്റം പറയരുതെന്ന് ശരത്ത് പറയുവാണേ. വീഡിയോ കണ്ട രേവതി ഞെട്ടിപ്പോവേ. കാരണം അത്രക്ക് ഒറിജിനൽ പോലും ഉണ്ട് ആ വീഡിയോ. സച്ചി ശരിക്കും കുടിച്ചിരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ രേവതി നല്ലപോലെ ഞെട്ടി കരയുവാണ്. അതേസമയം വീട്ടിലും സുധി കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. സുധി പാർക്കിൽ കിടന്നുറങ്ങുന്ന വീഡിയോ സച്ചി ടി വിയിലിട്ട് കാണിച്ചതല്ലേ, അതുപോലെ തന്നെ സുധിയും ചെയ്യുവാണേ. സച്ചിയുടെ ഈ വീഡിയോ ടി വിയിൽ പ്ലേ ചെയ്ത് വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കുവാണ്. രവീന്ദ്രനും ഇത് കണ്ട് ചങ്ക് തകർന്നു പോകുന്നുണ്ട്. അപ്പോഴും സച്ചി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സച്ചി ഒരാളെയും കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേക്കും അതായത് സച്ചിയുടെ കസ്റ്റമർ ഫോണിൽ നോക്കുമ്പോഴേക്കും ഈ സച്ചിയുടെ വീഡിയോ, അതിന് താഴെ ഒരുപാട് മോശം കമൻസ് ആണ്. ഇവനെ പോലുള്ളവരുടെ ലൈസൻസ് റദ്ദാക്കണം, ഇവനൊക്കെ കാരണമാണ് നാട്ടിൽ ആക്സിഡൻറ്റ് പെരുകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവൻ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോശം കമൻസ് ആണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സച്ചിയുടെ വണ്ടിയിൽ നിന്ന് നിർത്തണ വണ്ടി എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്താ ചേട്ടാ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണേ. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അയാൾ പറയുവാണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ കൊതിയുണ്ട്, താൻ പോടോ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഇറക്കി വിടുവാണ്. സച്ചിനോട് പോകാൻ പറഞ്ഞിട്ട് ഇവരിറങ്ങി പോകുവാണ്. സച്ചിക്ക് അപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല, കാരണം സച്ചി അധികം മൊബൈൽ യൂസ് ചെയ്യാത്ത ആളാണല്ലോ. അങ്ങനെ സച്ചി വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് പോവാണ്. അപ്പോഴാണ് ഈ അവസരം മുതലാക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് മധുസൂദനൻ, നമ്മുടെ വർഷയുടെ അച്ഛൻ. മധുസൂദനൻ ഈ വീഡിയോ കാണുന്നത് നേരെ ട്രാഫിക് പോലീസിനെ വിളിച്ച് പറയുവാണ്, എടോ താൻ എന്തൊരു ട്രാഫിക് പോലീസാണോ, ഒരാളെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു, താൻ ആ സോഷ്യൽ മീഡിയാസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയേ, വൈറലായി ഇരിക്കും അവൻ, ആ വണ്ടി എവിടെ കണ്ടായാലും അയാളുടെ ലൈസൻസ് താൻ റദ്ദാക്കണം, ഇവനെ പോലുള്ളവർ കാരണം ഈ നാട്ടിൽ ആക്സിഡന്റ് പെരുകുന്നതെന്നൊക്കെ ട്രാഫിക് പോലീസിനോട് കംപ്ലൈന്റ് പറയുവാണ് മധുസൂദനൻ. കേട്ട പാതി ട്രാഫിക് പോലീസ് ശരിയാണ്, വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന കാര്യം ഞാനിവിടെ നിൽക്കുമ്പോൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, ആ വഴി എങ്ങാനും ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ സച്ചിയുടെ വണ്ടി വരുന്നതും ഈ ട്രാഫിക് പോലീസിലുള്ള ആൾക്കാർ പോലീസിനെയൊക്കെ വിളിക്കുവാണ്. എന്നിട്ട് നേരെ സച്ചിയുടെ അടുത്ത് പോയിട്ട് നിർത്തോ വണ്ടി എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്താ ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കോളറെ പിടിച്ച് കാറിൽ നിന്ന് ഇങ്ങനെ വലിച്ചിറക്കുവാണേ. പറയും, എന്താ സാർ, എന്താ പ്രശ്നം എന്താണെന്നോ, തന്നെ പോലുള്ളവർ നാടിൻ്റെ ശാപമാണ്, താനൊന്നും അറിഞ്ഞില്ലടോ, താൻ പൊട്ടനാണോടോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാർ സച്ചിയുടെ വണ്ടി എടുത്ത് സച്ചിയെ റോട്ടിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. സച്ചിക്ക് പാവം കാര്യം മനസ്സിലായിട്ടില്ലേ. കാർ എടുക്കുന്നതിന് മുമ്പ് സച്ചി ഒരുപാട്, സാർ എൻ്റെ കാർ കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കാലി പിടിച്ച് എന്താ കാര്യം എന്നൊക്കെ പറയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും പറയുന്നില്ല. സച്ചിയെ വലിച്ചിറക്കി വിടുവാണ് കാറിൻ്റെ ഉള്ളിൽ നിന്ന്. പാവം സച്ചി കേട്ടോ. റോട്ടിൽ എല്ലാവരും ഇങ്ങനെ സച്ചിയെ നോക്കി നിൽക്കുവാണ്. എല്ലാവരും ഈ വീഡിയോ അത്യാവശ്യം കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എന്താ കാരണം എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. പാവം സച്ചി അങ്ങനെ റോട്ടിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്, എന്താ കാരണമെന്നോ ഇനി എന്ത് ചെയ്യണമെന്നോ അറിയാണ്ടൊക്കെ. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ സച്ചി ഇങ്ങനെ ഒരുമാതിരി അറിയാലോ, ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലെ ആളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പരിദൂഷണം പറയുമല്ലോ, അതുപോലെയൊക്കെ പറയുമ്പോൾ സച്ചിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുകയും സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിക്കും, സാർ എന്തിനാ സാറേ എൻ്റെ വണ്ടി എടുത്തുകൊണ്ടും പോയത്, അതിൻ്റെ ചോറാണ്, അതിങ്ങോട്ട് ചോറോ, ആ വണ്ടി തന്നാ വേണ്ടേന്നൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, നീ ചോറല്ലല്ലോ, നീ ഏത് നേരം ഫുൾ ടൈം കുടിയല്ലേ, നിന്നെപ്പോലുള്ള കുടിയനാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറയുമ്പോഴേക്കും, സാർ ഞാൻ കുടിച്ചിട്ടില്ല, സാർ എന്തൊക്കെയാ പറയുന്നതെന്ന് സച്ചി ന്യായീകരിക്കുന്നുണ്ടേ. പക്ഷെ പോലീസുകാരൻ പറയുന്നുണ്ട്, നീയാണിപ്പോൾ ഈ നാട്ടിലെ വൈറൽ താരം, ആ ഫോണൊക്കെ ഇടക്കൊന്നെടുത്ത് നോക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി ഫോൺ എടുത്ത് നോക്കി ഒരുപാട് നോട്ടിഫിക്കേഷനും മിസ് കോൾസും രേവതിയുടെയൊക്കെ കാണുന്നുണ്ട്. ആ വണ്ടി ഓട്ടത്തിൻ്റെ ടൈമിൽ സച്ചി ഫോണൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ കോളും മിസ് കോളൊക്കെ കാണുമ്പോൾ സച്ചി എടുത്ത് നോക്കുമ്പോൾ സച്ചിയുടെ വീഡിയോ. സച്ചി ഞെട്ടിപ്പോവേ, അയ്യോ സാർ, ഇത് ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല സാർ, ഇത് കള്ള വീഡിയോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല. കള്ള വീഡിയോ, നീ കുടിക്കാറില്ലടാ, നീ കുടിച്ചിട്ട് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ കേസ് ഒരുപാടുണ്ട്, പിന്നെ നീ എന്തേ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. സാർ, ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഞാൻ കുടിക്കില്ല സാർ, എന്നെ ഒന്ന് എന്ന് പറഞ്ഞ് സച്ചി കരയുവാണ്. പക്ഷെ പോലീസുകാരുണ്ടോ കേൾക്കുന്നു, നിന്റെ വണ്ടി ഞങ്ങൾ എന്തായാലും തരത്തില്ല, നീ വൈറലായ സ്ഥിതിക്ക് ഈ വണ്ടി തന്നാ പിന്നെ നമുക്ക് എന്താ ഈ വില, നീ പോ, നിന്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നിന്നെ പോലുള്ള കുടിയനെ ലൈസൻസ് തന്നാ വേണ്ടെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിച്ചിറക്കുവാണേ. പാവം സച്ചി കേട്ടോ. സച്ചിയുടെ ജീവിതത്തിൽ ആ ജോത്സ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി കഷ്ടകാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.